ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ എപ്പോഴും നമ്മൾ കൊണ്ടുനടക്കുന്നതാണ്. പക്ഷെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മറ്റാരുടെയും കയ്യിൽ കിട്ടിയാൽ മതി. പിന്നീട് അവർക്ക് നമ്മുടെ പല കാര്യങ്ങളും അവർക്ക് അവരുടെ ഫോണിലേക്ക് എത്തിക്കൊണ്ടാനുള്ള പല സാധ്യതകളും ഉണ്ട്. അപ്പൊ അത് നമുക്ക് തടയാൻ എങ്ങനെയാണെന്നുള്ളതും ഞാൻ രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, മറ്റാരെങ്കിലും നിങ്ങളുടെ മൂവ്മെന്റ്സ് കാര്യങ്ങൾ അറിയുന്നുണ്ടോ എന്നുള്ളതും അത് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതും ഞാൻ ഇവിടെ പറയുന്നുണ്ട്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ആ സബ്സ്ക്രൈബ് ബട്ടണും തുടർന്ന് ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ ഫോണ് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ല മറ്റാരുടെയെങ്കിലും എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ പോകുന്നുള്ള കാര്യങ്ങൾ മുഴുവൻ അവർക്ക് അറിയാനുള്ളൊരു വഴി അതിലുണ്ട്. അത് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ നമ്മുടെ മാപ്സിൽ അങ്ങോട്ട് പോകും. മാപ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്സിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. അവരെന്താ ചെയ്യുക, നേരെ ആ പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലൊക്കേഷൻ ഷെയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അവരുടെ ഫോണിലേക്ക് നമ്മുടെ ലൊക്കേഷൻ മുഴുവൻ പോകുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നീട് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അത് അവർക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നമ്മൾ നേരെ നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സിൽ പോവാം. സെറ്റിംഗ്സിൽ ഒന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, താഴെ വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടാവുമല്ലോ, ആ ഐ ഡി നമുക്ക് ഇവിടെ കാണാം. അതിന് തൊട്ട് താഴെ മാനേജ് ഗൂഗിൾ അക്കൗണ്ട്സ് പറയുന്ന ഓപ്ഷൻ കാണാം. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് പേഴ്സണൽ ഇൻഫോയുടെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ, ആ ഡാറ്റ ആൻഡ് പ്രൈവസിയിലെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിരവധി ഓപ്ഷൻസ് നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും താഴേക്കായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. എല്ലാവരും നിങ്ങളുടെ ഫോണിലും ചെയ്ത് വെച്ച് നോക്കുക. ആരെങ്കിലും നിങ്ങളുടെ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് ഒഴിവാക്കാന്നും പറഞ്ഞുതരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ലൊക്കേഷൻ ഷെയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ നമുക്ക് ആരുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലൊക്കേഷൻ ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ ലൊക്കേഷൻ ഷെയറിംഗിന്റെ താഴെയായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ നമുക്ക് ആരും എന്റെ ഫോൺ എടുത്തിട്ട് ഷെയർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ എന്താണ് കാണിക്കുക, നമുക്ക് അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കും. ഇനി രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിളിൽ തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ മാപ്സിൽ തന്നെ പോവാം. മാപ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഫൈൽ ഐക്കൺ കാണുന്നുണ്ടല്ലോ, നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് വന്ന് നോക്കിയാൽ ഇവിടെ നമുക്ക് ലൊക്കേഷൻ ഷെയറിംഗ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഏതെങ്കിലും ഐഡി ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും കാണിക്കും.